ഓടി രക്ഷപ്പെട്ട് ഏതോ ഒരു വീട്ടിലെത്തിപ്പെട്ടു. അവിടുന്ന് വേറെ വീട്ടിലേക്ക് മാറി. രണ്ടാമത് പൊട്ടിയപ്പോൾ അവിടെയും പോയി. ഞങ്ങളേതോ കുന്നിന്റെ മേലെയായിരുന്നു 2-3 മണിക്കൂർ ഇരുട്ടത്ത് മഴയത്ത് നിന്നിട്ടുണ്ടായിരുന്നെ. പിന്നെ അവിടുന്ന് ആരൊക്കെയോ രക്ഷപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളത്. രാത്രി ഇല്ല ഇല്ല, ഇതുവരെ ഉറങ്ങിയിട്ടില്ല. എത്ര മണിക്കാ ഉരുൾപൊട്ടൽ അറിഞ്ഞത്? ഒരു 1-1:30 ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള വീട്ടുകാരുടെ അതറിയാം. അവര് ആരൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴും അറിയില്ല. കുറച്ചു പേരൊക്കെ ഇവിടെ ഉണ്ട്. ആരൊക്കെ മുഴുവനായിട്ട് ആരും ഇല്ല. അവരൊക്കെ നമ്മളെ കണ്ണിന്റെ മുമ്പ് തന്നെയാ പോയത്. ഇല്ല ബാക്കി വീട്ടിലെന്തെങ്കിലും ആശുപത്രി പരിചയം അവിടെ ഒന്നുമില്ല. അങ്ങനെ സ്ഥലം ഇപ്പൊ അവിടെ ഇല്ല. സ്ഥലം ഇപ്പൊ കാണാനേ ഇല്ല, മണ്ണ് മാത്രമേ ഉള്ളൂ. രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ മിറാക്കിളാണ്. കൂട്ടുകാരൊക്കെ അവരാരെങ്കിലും പോയി ആരും കാണാനില്ല. പോയി ായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് സ്കൂളിലോട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ ഫസ്റ്റ് പൊട്ടിയൊന്നും നമ്മൾ അറിഞ്ഞില്ല. പിന്നീട് പൊട്ടിയത് ഭയങ്കര സൗണ്ടായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ എടുത്തിട്ട് മേലെ കാപ്പിക്കാടാണ്, അങ്ങോട്ടൊക്കെ ഓടി. പിന്നെ അവിടെ നിന്ന് രാവിലെ രക്ഷാപ്രവർത്തകർ വന്നിട്ടാണ് അവിടെ കാട് കയറി വന്നിട്ട് അവർ കൂട്ടിയിട്ട് പോവുക ചെയ്തത്. 1 മണിക്കാണ്, കൃത്യം 1 മണിക്കാണ് പൊട്ടിയത്. അങ്ങനെ ഞങ്ങൾ സൗണ്ട് കേട്ടപ്പോൾ നേരെ ഞങ്ങൾ അവിടെ അടുത്തൊരു കാപ്പിക്കാടുണ്ടായി. കാപ്പിക്കാടിൽ നിന്ന് നേരെ മേലോട്ട് കയറി ഒരുവിധം അങ്ങനെ ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ വീണ്ടും താഴേക്ക് വന്ന് ഞങ്ങൾ ഒരു 6-6:15 ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വീണ്ടും കാപ്പിക്കാട്ടിൽ കൂടെ പോയിട്ട് ഞങ്ങൾ ഏരവായിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. വീടൊക്കെ പോയി, ഫുള്ളും പോയി. അല്ല, ഞങ്ങൾ തലേ ദിവസം അനിയത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായി. ഞങ്ങളെല്ലാരും അവിടെ ഇരുന്നു. രക്ഷപ്പെട്ടു. ഞങ്ങൾ പോയിട്ടുണ്ടാവും. ഒന്നും അറിയില്ല. ഞങ്ങള് ഇന്നലെ 2:30 ആകുമ്പോ പിന്നെ മോള് അതിൻ്റെ ആങ്ങളെയാ. മോൾക്ക് ഗർഭിണിയാണല്ലോ, അതിങ്ങനെ ബേജാറായിട്ടേ മൂത്രമൊക്കെ അങ്ങനെ നടക്കണ്ടായി. അപ്പൊ എന്റെ നാത്തും പറഞ്ഞ് എന്താ അറിയില്ല താത്ത, നല്ല ഒച്ചയൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പൊ നീച്ച് നോക്കുമ്പോ എന്തോ ഉരുട്ടി കൊണ്ടുവരുന്ന മാതിരി ഉണ്ട്. മുറ്റത്ത് നോക്കുമ്പോ ഞങ്ങളെ മുറ്റ ഫുള്ള് വെള്ളമാണ്. അത് ഏറ്റവും ടോപ്പിലാ. അപ്പൊ ഈ പാലുണ്ടല്ലേ, കമ്പി പാലോ, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാറ്റി വെച്ചിട്ട് കുട്ടികൾ മാറ്റി വെച്ചിട്ട് കവായി തോണ്ടാൻ നിൽക്കുമ്പോത്തിന് പൊട്ടി വരികയാണോ ഇനി എന്താന്നല്ല, ഒന്നായിട്ട് വെള്ളം വന്ന്. അതിൽ ഞങ്ങൾ ഓടിയിട്ട് വേറെ വീട്ടിൽ കയറി. ആ വീട്ടിൽ സേഫ് അല്ലാന്ന് കണ്ടിട്ട് ഞങ്ങള് ഏത് സ്ഥലം നോക്കണില്ല, ഒരു കാട്ടിൽ കൂടെ കയറി ഓടി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ 3 ആന ഉണ്ടെന്ന്. തിരിച്ച് താഴോട്ട് തന്നെ വന്നിട്ട് ഇനി കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഒരു 5:45 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഇവിടെ 85 പറയും, അവിടെ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നേരെ ഇങ്ങോട്ട് വന്നു. എന്റെ ആങ്ങളന്റെ വീടും പോയി, എന്റെ ഏട്ടത്തിന്റെ വീടും പോയി. എന്റെ വീടിന് കുഴപ്പമൊന്നുമില്ല, ടോപ്പിലായതുകൊണ്ട്. ഇനി ഞങ്ങൾ വന്നതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചിക്കണോന്ന് അറിയും.